നമസ്കാരം. നിമിഷപ്രിയ വിഷയത്തിൽ ഇതുവരെയും ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. വധശിക്ഷ റദ്ദാക്കിയെന്ന ഉറപ്പ് കാന്തപുരമടക്കം പറയുമ്പോഴും ഇപ്പോഴും അത് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, കേന്ദ്ര സർക്കാരടക്കം ഈ വാദങ്ങളെ തള്ളിക്കളയുന്നുമുണ്ട്. യമനിൽ എന്താണ് നിലവിലെ സാഹചര്യമെന്ന മാധ്യമങ്ങളും കാന്തപുരം വിഭാഗക്കാരും ഈ വിഷയവുമായി ചേർന്ന് നിൽക്കുന്ന ഏതാനും പേരുടെ പ്രതികരണങ്ങളിലൂടെയും മാത്രമാണ് കേരളത്തിലുള്ളവർക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളുടെ വാക്കുകളാണ് നിമിഷപ്രിയയ്ക്ക് അനുകൂലമാകുന്ന എല്ലാ വാദങ്ങളെയും തള്ളിക്കളയുന്നത്. അത് മറ്റാരുടെയുമല്ല, കൊല്ലപ്പെട്ട തലാലിൻ്റെ സഹോദരൻ മെഹദിയുടെ വാക്കുകളാണ്. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ ധാരണയായെന്ന് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ കഴിഞ്ഞ ദിവസം അറിയിച്ചത് വലിയ രീതിയിൽ വാർത്തയായിരുന്നു. മൊത്തത്തിൽ നിമിഷപ്രിയയ്ക്ക് ആശ്വാസകരമാകുന്ന സാഹചര്യം എത്തുന്നുവെന്ന ഘട്ടത്തിലാണ് മെഹദി ശക്തമായി ഇതിനെ എതിർത്തിപ്പോൾ രംഗത്ത് വരുന്നത്. തുടക്കം മുതൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല എന്ന് ആവർത്തിച്ചു പറയുന്ന മെഹദിയുടെ ആ നിലപാട് ശക്തമായി തന്നെ തുടരുകയാണ്. ശിക്ഷ നടപ്പാക്കുന്നത് തടഞ്ഞതിനർത്ഥം വിധി റദ്ദാക്കി എന്നല്ല എന്ന തലാലിൻ്റെ സഹോദരൻ്റെ പുതിയ കുറിപ്പാണ് വീണ്ടും ആശങ്കയ്ക്ക് ഇടയാക്കിയിരിക്കുന്നത്. ഈ ഘട്ടത്തിലാണ് കേന്ദ്രം പറയുന്നത് അനാവശ്യമായി ഈ ഒരു ഘട്ടത്തിൽ പ്രതികരണങ്ങൾ നടത്തരുത് എന്ന്. ശിക്ഷ നടപ്പാക്കുന്നത് തടഞ്ഞത് അസാധാരണമല്ല എന്നാണ് സഹോദരൻ, അതായത് തലാലിൻ്റെ സഹോദരൻ പറയുന്നത്. ഇത്ര കോലാഹലം ഉണ്ടാക്കാൻ പോകുന്നത്ര വലിയ അത്ഭുതവുമല്ല. സമാനമായ കേസുകളിൽ പലപ്പോഴും സംഭവിക്കാറുള്ള സ്വാഭാവിക നടപടി മാത്രമാണിത്. നിയമത്തെക്കുറിച്ച് അല്പമെങ്കിലും ബോധമുള്ള ആർക്കും ഇത് നന്നായി അറിയാം. ഇങ്ങനെ പറയുന്നു അബ്ദുൽ ഫത്താഹ് മെഹദി. സെഷൻസ് കോടതിക്ക് നിശ്ചിത കാലയളവിലേക്ക് വിധി നടപ്പാക്കുന്നത് മാറ്റിവെക്കാൻ അധികാരമുണ്ട് എന്ന് തങ്ങൾക്കറിയാം. എന്നാൽ തങ്ങളുടെ ഉണങ്ങാത്ത മുറിവുകളിൽ പടുത്തുയർത്തിയ വ്യാജ വിജയത്തിനായി നിങ്ങൾ പ്രാർത്ഥിക്കരുത്. സത്യം പരാജയപ്പെടുകയില്ല. ശിക്ഷ നടപ്പാക്കാനുള്ള പുതിയ തീയതി ഉടൻ വരുമെന്നും പറഞ്ഞാണ് മെഹദി തൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നത്. വധശിക്ഷ തടഞ്ഞതിന് പിന്നാലെ ശിക്ഷ ഉടൻ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് തലാൽ കുടുംബം രംഗത്തെത്തിയതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ശിക്ഷ നടപ്പാക്കാൻ പുതിയ തീയതി നിശ്ചയിക്കണമെന്നാവശ്യപ്പെട്ട കുടുംബം അറ്റോർണി ജനറലിന് കത്തും നൽകിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് തെറ്റായ വിവരങ്ങൾ പങ്കിടരുത് എന്ന ഭർത്താവ് ടോമി തോമസും വീണ്ടും പ്രതികരിക്കുകയാണ്. മാധ്യമങ്ങളടക്കം നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയെന്ന തരത്തിൽ ആഘോഷിക്കുന്നത് സാരമായി കേസിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ദിയാധനം വാങ്ങി വധശിക്ഷ വേണ്ട എന്ന് വച്ചാൽ അതിനെ കുറച്ചിലായിട്ടാണ് തലാലിൻ്റെ കുടുംബം ഉൾപ്പെടുന്ന ഗോത്രവർഗ്ഗക്കാർ കാണുന്നത്. കുടുംബ മാഹാത്മ്യത്തിന് ഭംഗം വരുന്ന സാഹചര്യം ഇത് വഴിയൊരുക്കുമെന്നും അവർ കരുതുന്നുണ്ട്. യമനിലെ നിയമങ്ങളെ തിരുത്താൻ തങ്ങളുമായി യാതൊരു നയതന്ത്ര ബന്ധവുമില്ലാത്ത ഇന്ത്യയുടെ ഇടപെടൽ ഉണ്ടായി എന്ന തരത്തിൽ പോലും ആക്ഷേപത്തിന് വഴിവെക്കും അവരെ സംബന്ധിച്ചിടത്തോളം. ഇതെല്ലാം വലിയ രീതിയിൽ ഈ ഒരു കേസിനെ ബാധിക്കും. നിമിഷപ്രിയയുടെ മോചനത്തിന് ഇത് തടസ്സമാകും എന്നാണ് ആ ഒരു കുടുംബത്തിൻ്റെ നിലപാട് തന്നെ. കേന്ദ്രവും നിമിഷപ്രിയയുടെ കുടുംബവും തികഞ്ഞ സംയമനം പാലിച്ച് മുന്നോട്ട് പോവുകയാണ്. ഈ ഒരു വിഷയത്തിൻ്റെ ഗുരുതരാവസ്ഥ കൃത്യമായി അറിയാമെന്നുള്ളവർ അന്തിമ ഫലം വരുന്നതുവരെ മൗനം തുടരുന്നതാണ് നല്ലത്. ഇതുവഴി മനസ്സിലാക്കേണ്ടത് കേന്ദ്രം ഇക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസം വടിയെടുത്തത് ഈ ഒരു ഘട്ടത്തിലാണ്. നിമിഷപ്രിയയുടെ കേസുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് എന്നും അവയിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും കേന്ദ്രം അഭ്യർത്ഥിച്ചിരുന്നു. നിമിഷപ്രിയയുടെ കേസുമായി ബന്ധപ്പെട്ട അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന റിപ്പോർട്ടുകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അവ തെറ്റാണ്, വൈകാരിക പ്രാധാന്യമുള്ള വിഷയമാണിതെന്നും തെറ്റായ വിവരങ്ങൾ പോലും നിമിഷപ്രിയയെ മോചിപ്പിക്കാനുള്ള നീക്കത്തെ സാരമായി ബാധിക്കുമെന്നും ഓർമ്മിപ്പിച്ചു കേന്ദ്രം. യമന്റെ തലസ്ഥാനമായ സനായിൽ നടന്ന ഉന്നതതല യോഗത്തിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിക്കൊണ്ടുള്ള തീരുമാനമുണ്ടായതായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു പ്രതികരണം വരുന്നത്. രഹസ്യാത്മകമായ നയതന്ത്ര കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പാലിക്കേണ്ട ചിട്ടകൾ ഉറപ്പാക്കിയില്ല എങ്കിൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നതാണ്.